ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പർശിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിൽ വന്നിരുന്നതാണല്ലോ സ്പർശിലുള്ള ധാരാളം പെൻഷനേഴ്സിൻ്റെ ഡാറ്റ സ്പർശിൽ നിന്നും ലീക്കായി എന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷനേഴ്സിൻ്റെ സ്പർശ് അക്കൗണ്ടിൻ്റെ സേഫ്റ്റിക്കായി 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ സ്പർശിൽ വന്നിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്പർശ് പോർട്ടലിൽ നിന്നും പെൻഷനേഴ്സ് വിവരങ്ങൾ ചോർന്നതായുള്ള വാർത്ത 9 ജനുവരി 2024 വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനൽ വഴിയും നമ്മൾ അറിഞ്ഞതാണല്ലോ. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷനും PCDAയോ ഡിഫൻസ് മിനിസ്ട്രിയോ കേന്ദ്ര ഗവൺമെൻറ്റോ ഇതുവരെയും നൽകിയിട്ടില്ല. എന്നാൽ അതിനെ ശരിവയ്ക്കുന്ന അപ്ഡേറ്റ്സ് ആണ് സ്പർശിൽ വന്നിരിക്കുന്നത്. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. സ്പർശിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു പോപ്പപ്പ് വരുന്നതാണ്. ഇവിടെ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ മറ്റൊരു പോപ്പപ്പാണ് വരുന്നത്. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ OTP number has been generated successfully and sent to your registered email address. OTP will expire after 10 minutes of generated എന്ന മെസ്സേജ് കാണാൻ സാധിക്കും. ഇവിടെ ഇമെയിൽ IDയിൽ OTP വരുമെന്നാണ് പറയുന്നതെങ്കിലും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലാണ് OTP വരുന്നത്. അതിന് താഴെയായി OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പർശ് പ്രൊഫൈൽ ഓപ്പൺ ആകുന്നതാണ്. സ്പർശിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഈ അപ്ഡേഷൻ നടക്കുന്നതിനാൽ ആണ് മൊബൈൽ വഴി സ്പർശ് ഓപ്പൺ ആക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നത്. സ്പർശിൽ ഈ പുതിയ അപ്ഡേഷൻ വന്നതിനാൽ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും ആർക്കെങ്കിലും ലഭിച്ചാലും സ്പർശിൽ ലോഗിൻ ചെയ്യാൻ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ അപ്പോൾ വരുന്ന OTP അത്യാവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.